ആര്യാസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കുന്നല്ലോ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്തിട്ടുള്ള 2 ഇയറിങ്സിൻ്റെ ഫുൾ മേക്കിംഗ് വീഡിയോ ആണ് കാണിക്കുന്നത്. എന്നാൽ പിന്നെ തുടങ്ങല്ലേ. ഫസ്റ്റ് വൺ ഈ ഒരു ജിമിക്കി കമ്മലായാലോ. അതിനുവേണ്ടി ഫസ്റ്റ് തന്നെ നമ്മളൊരു OHP ഷീറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഗമ്മ് തേച്ച് കൊടുക്കുകയാണ്. B7000 ഗമ്മാണ് ഇതിൽ യൂസ് ചെയ്യുന്നത്. ഈ ഒരു ഗമ്മ് തേച്ചതിൽ ഇതുപോലത്തെ കുന്തൻ സ്റ്റോണാണ് ഉപയോഗിക്കുന്നത്. ഇതിലൊരു കുന്തൻ സ്റ്റോണ് സെൻറ്ററിൽ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. കുന്തൻ സ്റ്റോണിന് ചുറ്റും ഒട്ടിക്കാൻ ഇതുപോലത്തെ ഡ്രോപ്പ് ഷേപ്പുള്ള ഒരു റോസ് കളറിലുള്ള സ്റ്റോണാണ് എടുത്തിട്ടുള്ളത്. ഇവനെ നമ്മൾ ഈ കുന്തൻ സ്റ്റോണിന് ചുറ്റും ഒന്ന് ഇതുപോലെ ഒട്ടിച്ചെടുക്കുക. ഒരു 11 സ്റ്റോണാണ് ഇപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. കുന്തൻ സ്റ്റോണിനോട് ചേർത്തൊട്ടിക്കരുത്, കുറച്ചൊരു വിടവ് നടുക്ക് വിടണം. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഒന്ന് ഗമ്മ് തേച്ചിട്ട് അടുത്ത അതേ സ്റ്റോൺ തന്നെ ഒന്നിങ്ങനെ കുത്തി നിർത്തുന്ന പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ഒരു പൂവ് വിരിഞ്ഞ് നിൽക്കുന്ന പോലെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡൊക്കെ നല്ല വൃത്തിയായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അവനെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കുന്നത് ഇതുപോലത്തെ ഫ്ലവർ ഉണ്ടാക്കുന്ന കമ്പിയാണ്. ഈ കമ്പി ചുറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് കേളിംഗ് നീഡിലാണ് ഉപയോഗിക്കുന്നത്. ഈ കേളിംഗ് നീഡിന് 35 രൂപയുള്ളൂ വില. ഇതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഇതുപോലെ 3-4 വര ഉണ്ടാവും. ഈ വരയിൽ വെച്ചിട്ടാണ് നമ്മൾ ചുറ്റിയെടുക്കുന്നത്. അതിനു മുമ്പ് കമ്പീൻ്റെ അറ്റം കുറച്ച് നീട്ടിയിട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ചുറ്റി ആ നീഡിലിൻ്റെ അറ്റം വരെ ഇതുപോലെ കൂർപ്പിച്ച് ഇങ്ങനെ ചുറ്റിയെടുക്കുന്നുണ്ട്. അടുപ്പിച്ച് ചുറ്റിയെടുക്കുന്നുണ്ട്. എന്നിട്ട് മുകൾ ഭാഗത്തെ കമ്പി ഒന്ന് കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇനി താഴെ ഭാഗത്ത് നീട്ടിയിട്ട് ആ ഒരു കമ്പി കുറച്ച് റൗണ്ടിൽ ഒന്ന് ഇതുപോലെ ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ നീഡിലാവുമ്പോൾ ഒരേ സൈസിലേ കിട്ടുള്ളൂ. അപ്പോൾ കുറച്ചുകൂടി ഒരു അടിഭാഗം കുറച്ച് പരപ്പിൽ ഇതുപോലെ ചുറ്റിയെടുത്ത് ഒന്ന് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കളയുന്നുണ്ട്. ഇങ്ങനെ 12 ചുറ്റാണ് മൊത്തത്തിൽ ചുറ്റിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് നമ്മുടെ ഗം എടുത്തിട്ട് താഴെ ഭാഗത്ത് ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആദ്യം എടുത്ത അതേ ഡ്രോപ്പ് ഷേപ്പുള്ള റോസ് കളറുള്ള സ്റ്റോണ് ഇങ്ങനെ ചുറ്റും അടുപ്പിച്ച് ഒരേ ലെവലിൽ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ഗമ്മ് തേച്ച് ആ ഒരു താഴെ ഭാഗത്ത് ഒട്ടിച്ച ഒരു ലെയറിൻ്റെ മുകളിൽ അടുത്ത സ്റ്റോണ് ഇങ്ങനെ ഒരു ലെയറും കൂടി ഇങ്ങനെ പാവാടേൻ്റെ തട്ട് പോലെ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് ഒട്ടിക്കുന്നത് അതേ സൈസിലുള്ള വൈറ്റ് സ്റ്റോണാണ്. അതിൻ്റെ തൊട്ട് മുകളിൽ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ റിപ്പീറ്റ് ചെയ്ത് അതേ റോസ് കളർ സ്റ്റോണ് ഒന്നിങ്ങനെ ചുറ്റും ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതുപോലെ ഒരു ജിമിക്കിയുടെ ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്തേക്കായിട്ട് ഇതുപോലത്തെ ബോൾ ചെയിനാണ് ഉപയോഗിക്കുന്നത്. ഇതുപോലത്തെ ബോൾ ചെയിനിന് മീറ്ററിന് 12 രൂപയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലൊന്ന് ഇതുപോലെ ഗമ്മ തേച്ചിട്ട് ഇങ്ങനെ ചുറ്റി ഓരോ റൗണ്ട് ചുറ്റുമ്പോഴൊന്ന് കട്ട് ചെയ്ത് അടുത്ത റൗണ്ട് ചുറ്റി കട്ട് ചെയ്ത് അങ്ങനെ മുകൾ ഭാഗം വരെ ഇങ്ങനെ ഒന്ന് ചുറ്റി ഒട്ടിച്ചു കൊടുക്കുക. നല്ല വൃത്തിയായിട്ട് അടുപ്പിച്ച് ഒട്ടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ഞാനിതാ ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേളിംഗ് നീഡിലിൻ്റെ ആവശ്യമില്ല. അവനെ പതുക്കെ അങ്ങോട്ട് ഊരിയെടുക്കാം. അപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഉൾഭാഗം ഒരു കിണർ പോലെയൊക്കെ ഉണ്ട് കാണാൻ. അപ്പോൾ ഒരു കമ്മലിൻ്റെ ജിമിക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലത്തെ വൈറ്റ് ഗ്ലാസ് ബീഡ് വേണം. അത് ഒരു ഹെഡ് പിന്നിൽ ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുത്തിട്ട് മുകൾ ഭാഗം ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ഹൂപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒരു ഐ പിന്നിൽ ഇങ്ങനെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കുക. ഈ ഒരു ഐ പിന്ന് നമ്മുടെ ജിമിക്കിയുടെ ഉള്ളിലൊന്ന് ഇതുപോലെ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കുറച്ച് താഴത്തെ ഐ പിന്ന് കുറച്ച് നീളത്തിലാണ് ഞാൻ കട്ട് ചെയ്തത്. ഈ മുത്ത് നല്ലോണം താഴത്തേക്ക് തൂങ്ങിക്കിടക്കുന്ന പോലെ അല്ല, കുറച്ച് മാത്രം താഴത്തേക്ക് ഇങ്ങനെ കാണുന്ന രീതിയിലാണ് വെച്ച് കൊടുക്കുന്നത്. ഇനി മുകൾ ഭാഗം കുറച്ചൊന്ന് കട്ട് ചെയ്ത് ഒന്ന് ഇതുപോലെ ഹൂപ്പ് ചെയ്തെടുക്കുക. അങ്ങനെ തൂക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ നേരത്തെ ഉണ്ടാക്കി വെച്ച സ്റ്റഡിലേക്ക് ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പർ അതേ ഷേപ്പിൽ കട്ട് ചെയ്തിട്ട് ഇതിലൊരു ബാക്ക് സ്റ്റഡും കൂടി ഇതുപോലെ വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ സ്റ്റഡിൽ ഒരു ഐപ്പിൻ്റെ ഇങ്ങനെ താഴത്തേക്ക് വെച്ചിട്ട് ആ ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പർ ഒന്നിതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ സ്റ്റഡിൻ്റെ പണിയും കൂടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ജിമിക്കി കമ്മലിനെയും അതിൻ്റെ സ്റ്റഡും കൂടി ഒന്ന് ഇതുപോലെ ജോയിൻ ചെയ്തെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ കമ്മൽ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ ജിമിക്കി കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ വളരെ സിമ്പിളല്ലേ ചെയ്യാൻ. വീട്ടിൽ തന്നെ ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റില്ലേ? എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ ജിമിക്കി കമ്മലിൻ്റെ ഫൈനൽ ലുക്ക് ഇതുപോലെയാണ് വരുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇനി നമുക്ക് അടുത്ത ഇയറിങ്സ് നോക്കിയാലോ. അതും വളരെ സിമ്പിളാണ്. എന്നാൽ കണ്ടിട്ട് വരാം.
സെക്കൻഡ് വൺ ഈ ഒരു ഇയറിങ്സ് ആണ് കാണിക്കുന്നത്. അതിലേക്കായിട്ട് ആദ്യം എടുക്കുന്നത് ഇതുപോലത്തെ സ്റ്റോൺ ആണ്. അടിഭാഗം ഫ്ലാറ്റ് ആയിട്ടുള്ള റൗണ്ട് റെഡ് കളറുള്ള സ്റ്റോൺ എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് OHP ഷീറ്റും എടുത്തിട്ടുണ്ട്. OHP ഷീറ്റിൽ ഒന്ന് ഗമ്മ തേച്ചിട്ട് നമ്മുടെ ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഈ സ്റ്റോണിന് ചുറ്റും ഇതുപോലത്തെ ഗോൾഡ് കളറിൽ വൈറ്റ് സ്റ്റോൺ വരുന്ന സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇതുപോലെ വൃത്തിയായിട്ടൊന്ന് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് ചുറ്റും കുറച്ച് ഗമ്മ തേച്ചിട്ട് ഇതുപോലത്തെ സ്ക്വയർ ഷേപ്പുള്ള കുന്തൻ സ്റ്റോണുകളാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇങ്ങനെ റൗണ്ട് മൊത്തം ഇതുപോലെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. കുറച്ച് വിടവൊക്കെ വിട്ടിട്ടാണ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നത്. ഈ ഒരു സ്റ്റോൺ ഇങ്ങനെ ഒട്ടിച്ചാൽ ഭംഗിയാണ്. ചുറ്റും ഒട്ടിക്കാൻ ഇതുപോലത്തെ സ്റ്റോൺ ചെയിനാണ് എടുത്തിട്ടുള്ളത്, റെഡ് കളറ്. അവനെ നമുക്ക് ആ ഒരു ചുറ്റ് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുക. ഇനി അടുത്ത ലെയറായിട്ട് നമ്മൾ ഒട്ടിക്കുന്നത് കുന്തൻ സ്റ്റോണുകൾ തന്നെയാണ്. കുറച്ച് നീളത്തിനുള്ള ഇതുപോലത്തെ സ്റ്റോണാണ്. ഇവനെ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു 18 സ്റ്റോണാണ് ഒട്ടിച്ചെടുക്കുന്നത്. ഇതുപോലെ ഇപ്പോൾ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകൾ ഭാഗത്ത് സ്ക്വയർ കുന്തൻ തന്നെയാണ് ഒട്ടിക്കുന്നത്. ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഇങ്ങനെ രണ്ട് ഭാഗത്തും 2 സ്ക്വയർ കുന്തൻ വെച്ച് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. സെൻറ്ററിലും അതേ സ്ക്വയർ കുന്തൻ തന്നെയാണ് ഒട്ടിക്കുന്നത്. പക്ഷേ ഇതുപോലെ ഒന്ന് ചെരിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി അതിൻ്റെ സെൻറ്റർ ഭാഗത്ത് ഒട്ടിച്ച കുന്തൻ്റെ മുകളിൽ ഇതുപോലെ ഒരു 2 സ്ക്വയർ കുന്തനും കൂടി ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെയ്യുന്നത് അതിൻ്റെ തൊട്ട് മുകളിലുള്ള ഗ്യാപ്പിൽ നമ്മൾ നേരത്തെ ഒട്ടിച്ചിട്ടുള്ള അതേ നീളത്തിനുള്ള കുന്തൻ സ്റ്റോൺ ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ തൂക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്കുള്ള സ്റ്റഡ് ഇതേ OHP ഷീറ്റിൽ തന്നെയാണ് ഒട്ടിച്ചെടുക്കുന്നത്. അതിനും ഇതേ റെഡ് കളറ് റൗണ്ട് സ്റ്റോൺ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തായിട്ട് സ്റ്റോൺ ചെയിൻ ഇതുപോലെ റൗണ്ടിൽ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ചുറ്റും ഒട്ടിക്കുന്നത് ഈ നീളത്തിനുള്ള കുന്തൻ സ്റ്റോണുകൾ തന്നെ നല്ല ഫ്ലവർ പോലെ റൗണ്ടിൽ ഇതുപോലെ മുഴുവനായും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിവരൊന്ന് രണ്ടാക്കി കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ കട്ട് ചെയ്തെടുത്ത് ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. സൈഡിലെ അതൊക്കെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകൾ ഭാഗത്ത് ഇതുപോലെ ഒരു ഐപ്പിന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്, ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മുകൾ ഭാഗത്തൊരു വാക്സ് സ്ട്രിപ്പ് പേപ്പർ അതേ ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇനി അതുപോലെ തന്നെ സ്റ്റഡിലും ഒരു ഐപ്പിന് താഴെ ഭാഗത്തേക്ക് ഇങ്ങനെ ഒന്ന് കൊടുത്തിട്ട് അതിലും ഒരു വാക്സ് സ്ട്രിപ്പ് പേപ്പറിൽ വാക്സ് സ്റ്റഡ് ഒട്ടിച്ച് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചും കൂടെ കൊടുത്താൽ ഒട്ടിക്കൽ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇനി നമ്മുടെ തൂക്കിനെയും സ്റ്റഡിനെയും കൂടെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തും കൂടെ കൊടുത്താൽ ഇയറിങ്സ് റെഡി. അപ്പോൾ എങ്ങനെ സിമ്പിൾ പരിപാടിയല്ലേ? ഫൈനൽ ലുക്ക് ഇതുപോലെ വരുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ എൻ്റെ വീഡിയോസിൽ എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുകയും കൂടെ ചെയ്യുക. അപ്പോൾ ടാറ്റാ ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.